എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL-ലെ ഏറ്റവും വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നലെ അരങ്ങേറിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരുടെ ഹൃദയം തകർക്കുക മാത്രമല്ല, ക്രിക്കറ്റ് ലോകത്ത് തന്നെ വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം RCBക്കെതിരെ നേരിട്ട ഈ ദയനീയവും നാണം കെട്ടതുമായ തോൽവിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിലെ കനത്ത നിശബ്ദതയെ ഭേദിച്ച് മുന്നോട്ട് വന്നത് മറ്റാരുമല്ല, മറിച്ച് മൗനം കൊണ്ടുപോലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. സ്വന്തം ടീമിന്റെ ദയനീയ പ്രകടനത്തിൽ അങ്ങേയറ്റം രോഷാകുലനായ ധോണി യാതൊരു മറയുമില്ലാതെ CSKയെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ആ 7 പ്രധാന കാരണങ്ങളുടെ ചുരുളഴിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന്റെ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കണം. കാരണം ധോണിയുടെ ഈ ഉഗ്രരൂപം മുൻപൊരിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. തോൽവിയുടെ കയ്പ് ഓരോ കളിക്കാരന്റെയും മുഖത്തെ പ്രതിഫലിച്ചിരുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഡ്രസ്സിംഗ് റൂമിലെ ആ കനത്ത നിശബ്ദതയ്ക്കിടയിൽ ഒരു സംരക്ഷകന്റെയും ഒപ്പം കർക്കശക്കാരനായ ഒരു ഗുരുവിന്റെയും റോൾ ഏറ്റെടുത്ത ധോണി ടീമിന്റെ മോശം അന്തരീക്ഷത്തെയും ഗ്രൗണ്ടിൽ വരുത്തിയ നാണം കെട്ട തെറ്റുകളെയും അതിസൂക്ഷ്മമായി പോസ്റ്റ്മോർട്ടം ചെയ്തു. അദ്ദേഹത്തിന്റെ സംസാരം ശാന്തമായിരുന്നുവെങ്കിലും ആ വാക്കുകളിൽ തിളച്ചുമറിഞ്ഞ കോപവും നിരാശയും ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് പോലൊരു ഇതിഹാസ ടീമിനെ മുട്ടുകുത്തിച്ച ആ കൈപ്പേറിയ കാരണങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ ദിശാബോധമില്ലാത്ത ബൌളിംഗ്, അവസാന 5 ഓവറിൽ RCB ബാറ്റർമാർ അടിച്ചെടുത്ത 97 റൺസ്, പവർ പ്ലേയുടെ തുടക്കത്തിൽ തന്നെ പ്രധാന ബാറ്റർമാരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത്, തികച്ചും പരാജയപ്പെട്ട തന്ത്രങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ധോണിയുടെ ഏറ്റവും മൂർച്ചയേറിയ പ്രഹരം ടീമിന്റെ ഇന്റന്റ് അഥവാ വിജയിക്കാനുള്ള അഭിനിവേശത്തിനും ഇച്ഛാശക്തിക്കും നേരെയായിരുന്നു. ഇതിന്റെ അഭാവം ഇന്ന് മൈതാനത്ത് വളരെ വ്യക്തമായി കാണാമായിരുന്നു. അങ്ങേയറ്റം ഭാരമുള്ള ഹൃദയത്തോടെ പൊരുതി നിന്ന ഏക പോരാളിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ടീമിനു മുന്നിൽ ഒരു കണ്ണാടി വെച്ചു. ഇന്ന് ഗ്രൗണ്ടിൽ തോൽക്കാൻ തയ്യാറാവാതെ ശരിക്കും വിജയിക്കാൻ വേണ്ടി ചോരയും നീരുമൊഴുക്കിയ ഒരു കളിക്കാരന്റെ പേര് ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത് സർഫറാസ് ഖാൻ മാത്രമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും വെറും 25 പന്തുകളിൽ 50 റൺസ് എന്ന കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന അർദ്ധ സെഞ്ചുറി നേടുകയും 200 എന്ന സ്ഫോടകാത്മക സ്ട്രൈക്ക് റേറ്റിൽ എതിർ ബൌളർമാരെ പ്രഹരിക്കുകയും ചെയ്ത സർഫറാസിന്റെ കണ്ണുകളിൽ മാത്രമാണ് കളി ജയിക്കണമെന്ന യഥാർത്ഥ ഇന്റന്റും ആവേശവും കണ്ടത്. ഒരു വശത്ത് വിക്കറ്റുകളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുമ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് കോട്ട കാക്കുകയായിരുന്നു. ബാറ്റിംഗ് നിരയുടെ കൂട്ടായ പരാജയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ധോണി സർഫറാസ് ഖാനിന്റെ നിർഭയമായ ആവേശമൊഴികെ ഈ ദുഷ്കരവും വെല്ലുവിളിച്ചരഞ്ഞുമായ സാഹചര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ടീമിനെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിക്കാൻ കഴിവുള്ള മറ്റൊരു ബാറ്റ്സ്മാനെയും തനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും വലിയ സങ്കടവും ഉത്കണ്ഠയുമാണെന്ന് കൂട്ടിച്ചേർത്തു. ഓരോ തവണയും ശിവം ദുബെയെ മാത്രം ആശ്രയിച്ച് നമുക്ക് കളി ജയിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും, കഴിഞ്ഞ സീസണിൽ പലതവണ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ടീമിനെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുകയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണയും ഒറ്റയ്ക്ക് നിന്ന് വിധി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും ധോണി ഓർമ്മിപ്പിച്ചു. ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണെന്നും ബാക്കിയുള്ള മുൻനിര മധ്യനിര ബാറ്റർമാർ തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ മുഴുവൻ ഭാരവും ദുബെയുടെ ചുമടിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് തന്ത്രപരമായി തെറ്റുമാത്രമല്ല, അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ അനീതി കൂടിയാണെന്നും മുഴുവൻ ടീമും ഒരു യൂണിറ്റായി പോരാടുന്നതുവരെ ഇത്തരം തോൽവികൾ നാം ആവർത്തിച്ച് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ധോണിയുടെ ഈ വിശദവും കർശനവുമായ വിശകലനം വെറുതെ മൈതാനത്ത് സാന്നിധ്യം അറിയിച്ചാൽ മാത്രം പോരെന്നും ഓരോ കളിക്കാരനും സർഫറാസ് ഖാനെ പോലെ വിജയിക്കാനുള്ള മനോഭാവം സ്വീകരിക്കണമെന്നും വ്യക്തമാക്കുന്നു. വരാനിരിക്കുന്ന മത്സരങ്ങൾക്കുള്ള ശക്തമായ ഒരു വേക്കപ്പ് കോൾ കൂടിയാണിത്. ഡ്രസ്സിംഗ് റൂമിലെ ആ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ധോണിയുടെ വാക്കുകളുടെ മൂർച്ച ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെ ക്യാപ്റ്റൻസി ശൈലിയിലേക്കും മൈതാനത്ത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ രംഗം കൂടുതൽ ഗൗരവമായി മാറി. ക്യാപ്റ്റൻ കൂൾ എന്ന പ്രതീക്ഷിപ്പയ്ക്കും കൃത്യമായ തന്ത്രങ്ങൾക്കും പേരുകേട്ട ധോണി ഗേക്വാദിന്റെ നേതൃത്വ പാടവത്തെയും കളിയുടെ സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവിനും വളരെ സാങ്കേതികവും മൂർച്ചയേറിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ വാക്കുകളിൽ ഒരു ജ്യേഷ്ഠന്റെ ഉത്കണ്ഠയും കർക്കശക്കാരനായ മെന്ററിന്റെ അച്ചടക്കവും ഉണ്ടായിരുന്നു. ഗേക്വാദിന്റെ ക്യാപ്റ്റൻസിയിലെ ദൗർബല്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ധോണി പറഞ്ഞു, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവിന്റെയും നേതൃത്വ പാടവത്തിന്റെയും ഏറ്റവും വലിയ പരീക്ഷണം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോഴല്ല, മറിച്ച് എതിർ ടീം നിങ്ങളുടെ മേൽ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കുകയും കളി കൈവിട്ടു പോകുകയും ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. ഇന്നത്തെ ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിൽ RCBക്കെതിരെ മൈതാനത്തെ മാറുന്ന സാഹചര്യങ്ങളും കളിയുടെ സ്പന്ദനവും കൃത്യസമയത്ത് മനസ്സിലാക്കുന്നതിൽ ഋതുരാജ് പൂർണ്ണമായും പരാജയപ്പെട്ടു. ടിം ഡേവിഡ്, രജിത് പാട്ടിദാർ തുടങ്ങിയ സ്ഫോടകാത്മക ബാറ്റർമാർ അവസാന ഓവറുകളിൽ നമ്മുടെ ബൌളർമാരെ പഞ്ഞിക്കിടുകയും എല്ലാ ദിശയിലേക്കും കൂറ്റൻ ഷോട്ടുകൾ പറത്തുകയും ചെയ്തപ്പോൾ ഋതുരാജ് വരുത്തിയ ഫീൽഡിംഗ് മാറ്റങ്ങളും ബൌളിംഗ് റൊട്ടേഷനുകളും വളരെ സാധാരണവും ദിശാബോധമില്ലാത്തതുമായിരുന്നു. മത്സരത്തിന്റെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിലും എതിർ ബാറ്റർമാരുടെ അടുത്ത നീക്കം മനസ്സിലാക്കുന്നതിലും ഋതുരാജ് പരാജയപ്പെട്ടത് ടീമിന് വലിയ വില കൊടുക്കേണ്ടി വന്നുവെന്ന് ധോണി വിമർശിച്ചു.
ക്യാപ്റ്റൻസി എന്നത് വെറും 11 കളിക്കാരുടെ സംഘത്തെ നയിക്കുന്നതിലോ ടോസ് ചെയ്യുന്നതിലോ ഒതുങ്ങുന്ന ഒന്നല്ലെന്നും കടുത്ത സമ്മർദ്ദമുള്ള നിമിഷങ്ങളിൽ മത്സരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ പോകുന്ന കൃത്യവും വേഗത്തിലുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് യഥാർത്ഥ ക്യാപ്റ്റൻസി എന്നും നാം മനസ്സിലാക്കണം. ഇന്നത്തെ മത്സരത്തിൽ അത്തരം ധീരമായ തീരുമാനങ്ങളുടെ വലിയ അഭാവം പ്രകടമായി. ഒരു ലീഡർ എന്ന നിലയിൽ ക്യാപ്റ്റൻ തന്നെ മൈതാനത്ത് ആശയക്കുഴപ്പത്തിലോ ഭയത്തിലോ ദിശാബോധമില്ലാതെയോ നിന്നാൽ ബാക്കിയുള്ള യുവ ബൌളർമാരും കളിക്കാരും മാർഗനിർദ്ദേശത്തിനായി ആരെ വിശ്വസിക്കും? നേതൃത്വത്തിന്റെ അടിത്തറ ഇളകുന്ന സമയത്ത് ടീമിന്റെ മുഴുവൻ മനോവീര്യം തകരുന്നത് സ്വാഭാവികമാണ്. അതാണ് ഇന്ന് ചിന്നസ്വാമിയിൽ കണ്ടതും. IPL പോലൊരു വലിയ വേദിയിൽ ക്യാപ്റ്റൻസി എന്നത് വെറുമൊരു പദവിയല്ല, തെറ്റുകൾക്ക് സ്ഥാനമില്ലാത്ത വലിയൊരു ഉത്തരവാദിത്തമാണ്. ധോണിയുടെ ഈ വിശകലനം വ്യക്തമാക്കുന്നു. ഗേക്വാദിന് ധോണി നൽകിയ ഈ ക്ലാസ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കരിയറിലെ ഏറ്റവും വലിയ പാഠമായി മാറിയേക്കാം. തുടർന്ന് ടീമിന്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ചും പ്രത്യേകിച്ച് സഞ്ജു സാംസണിന്റെ മോശം ഫോമിനെക്കുറിച്ചും ധോണി തന്റെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. ഇതിഹാസ താരം രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരനായി വലിയൊരു ഇംപാക്ട് പ്ലെയർ എന്ന നിലയിലാണ് സഞ്ജുവിനെ ടീമിലെത്തിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. മധ്യനിരയിൽ അനുഭവസമ്പത്തവും സന്തുലിതാവസ്ഥയും കൊണ്ടുവരാൻ ജഡേജ പോലൊരു മാച്ച് വിന്നറുടെ സ്ഥാനത്ത് വലിയ പ്രതീക്ഷകളോടെയും വിശ്വാസത്തോടെയുമാണ് സഞ്ജു സാംസണിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഈ സീസണിൽ ഇതുവരെ കളിച്ച തുടർച്ചയായ 3 മത്സരങ്ങളിലും അദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെട്ടത് തനിക്കും മുഴുവൻ ടീം മാനേജ്മെന്റിനും വലിയ നിരാശയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. സഞ്ജു ഒരു പുതിയ കളിക്കാരനല്ല, പരിചയസമ്പന്നനായ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരനാണ്. ഓരോ മത്സരത്തിലെയും സാഹചര്യങ്ങളും പിച്ചിന്റെ സ്വഭാവവും വ്യത്യസ്തമാണ് എന്ന ബാധിക കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. മത്സരത്തിന്റെ അപ്പപ്പോഴുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് തന്റെ ബാറ്റിംഗ് ശൈലി ക്രമീകരിക്കാൻ അദ്ദേഹം പഠിച്ചേ തീരൂ. അപകടകരവും നിരുത്തരവാദിത്വവുമുള്ള ഷോട്ടുകൾ കളിച്ച് ഓരോ തവണയും സ്വന്തം വിക്കറ്റ് സമ്മാനമായി നൽകാൻ കഴിയില്ല, പ്രത്യേകിച്ച് ടീം തകർച്ച നേരിടുന്ന നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും ആവശ്യമുള്ള ആ നിർണായക നിമിഷങ്ങളിൽ. സഞ്ജു ഉടൻ തന്നെ ഈ മനോഭാവം മാറ്റിയില്ലെങ്കിൽ ടീമിന്റെ നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ലെന്നും പോയിന്റ് പട്ടികയിൽ നാം ഇതേപോലെ നാണം കെട്ട് ഏറ്റവും താഴേക്ക് വീഴുമെന്നും ധോണി കർശനമായി താക്കീത് നൽകി. സഞ്ജു സാംസണിനെ തന്നെ തെളിയിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തന്റെ കഴിവും ടീമിലെ സ്ഥാനവും ന്യായീകരിക്കാൻ ഇനി ഗ്രൗണ്ടിൽ മികച്ച പ്രകടനം പുറത്തെടുത്തേ മതിയാകൂ എന്ന് ധോണിയുടെ ഈ കർശനമായ വാക്കുകൾ വ്യക്തമാക്കുന്നു. CSK ക്യാമ്പിൽ ഇപ്പോൾ എല്ലാം ശുഭകരമായ അവസ്ഥയിലല്ല കാര്യങ്ങളുള്ളത് എന്ന് ധോണിയുടെ ഈ സ്ഫോടകമായ പ്രതികരണം അടിവരയിടുന്നു. തുടർച്ചയായ 3 തോൽവികൾ ടീമിന്റെ ആത്മവിശ്വാസം തകർത്തിരിക്കുന്നു. കളിക്കാർ തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കണമെന്നും ചെന്നൈ ടീം കാലങ്ങളായി അറിയപ്പെടുന്ന ആ പോരാട്ടവീര്യം കളത്തിൽ തിരികെ കൊണ്ടുവരണമെന്നും ധോണി ആഗ്രഹിക്കുന്നു. എന്തായാലും മഹേന്ദ്ര സിംഗ് ധോണി ചൂണ്ടിക്കാണിച്ച ഈ 7 കാരണങ്ങളെക്കുറിച്ചും സർഫറാസ് ഖാനോടുള്ള അദ്ദേഹത്തിന്റെ പ്രശംസയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്ന ആ മൂർച്ച ഋതുരാജ് ഗേക്വാദിന്റെ നേതൃത്വത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ സഞ്ജു സാംസണിന് അടുത്ത മത്സരത്തിൽ ഒരവസരം കൂടി നൽകണമോ വേണ്ടയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ SCS റിവെഞ്ച് എന്ന് രേഖപ്പെടുത്തി തീർച്ചയായും പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.